തെരഞ്ഞെടുപ്പ് അവസാനിച്ചു. റിസൾട്ട് കാത്തിരിക്കുകയാണ്. ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പ്. നാളെ റിസൾട്ട് അറിയും. എങ്കിലും ഇന്നും കണക്കുകൂട്ടലുകൾ സജീവം. ആരെന്ന് പറയാനുള്ള വലിയ തത്രപ്പാട്. ജനാധിപത്യ സംവിധാനത്തിൽ ജീവിക്കുന്ന സമയത്ത് പ്രക്രിയകളിൽ ഏർപ്പെട്ട് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായും വോട്ടർമാരായും പ്രചാരകരായും മറ്റുമൊക്കെ പ്രവർത്തിച്ച ആളുകൾ, ഇനി നാം ശ്രദ്ധിക്കേണ്ടത് തെരഞ്ഞെടുക്കപ്പെടുന്നവർ ജനപ്രതിനിധികളാണ്. വോട്ട് ചെയ്തവരുടെയും വോട്ട് ചെയ്യാത്തവരുടെയും പ്രതിനിധിയാണ് ഞാനെന്ന ഒരു ബോധം ഓരോ മെമ്പർക്കും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നാം വോട്ട് ചെയ്ത സ്ഥാനാർത്ഥി വിജയിച്ചാലും ഇല്ലെങ്കിലും വിജയിച്ച സ്ഥാനാർത്ഥി എൻ്റെ കൂടെ മെമ്പറാണ് എന്ന ബോധവും ഉണ്ടായിരിക്കണം. റിസൾട്ട് വരുമ്പോൾ അമിതാഹ്ലാദം, ആക്ഷേപവാക്കുകൾ, അഹങ്കാരം തുടങ്ങിയ പ്രയോഗങ്ങളെ നാം വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ നാവിൽ നിന്ന് വീഴുന്നതൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റുകയില്ല എന്ന ബോധത്തോടുകൂടി ചിന്തിച്ചുകൊണ്ട് മാത്രമാണ് പറയേണ്ടത്. തീർച്ചയായും വിജയങ്ങൾക്ക് ആഹ്ലാദമുണ്ട്, അത് ആഘോഷിക്കപ്പെടും. അത് വളരെ മൂല്യവത്തായ രീതിയിലായിരിക്കണം ആഘോഷിക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് ക്രിയാത്മകമായൊരു സംവിധാനമാണ്. രണ്ടാൾ മത്സരിച്ചാലല്ലേ ഒരാൾ വിജയിക്കുകയുള്ളൂ എന്നുള്ള ഒരു നിലക്കതിനെ മനസ്സിലാക്കുകയും വിജയിച്ച സ്ഥാനാർത്ഥിക്ക് പരാജയപ്പെട്ട സ്ഥാനാർത്ഥി മാലയിട്ട് കൊടുക്കുന്ന, അവരാലിംഗനം ചെയ്ത് ഹസ്തദാനം ചെയ്തുകൊണ്ട് കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മുടെ നാട്ടിലുണ്ടാകേണ്ടത്. ഒരു തെരഞ്ഞെടുപ്പെന്ന് പറയുമ്പോൾ പരസ്പരം മത്സരിച്ചവർ എക്കാലത്തെയും ശത്രുക്കളല്ല. രണ്ടു പക്ഷത്തു നിന്ന് വോട്ട് പിടിച്ചവരും എപ്പോഴും ശത്രുക്കളല്ല. അതൊരു മത്സരത്തിൻ്റെ ഗോതയിലുള്ള ഒരു പ്രക്രിയ മാത്രമാണ് എന്ന് മനസ്സിലാക്കുകയും തോറ്റവർ ജയിച്ചവർക്ക് മാലയിടുന്നൊരു രീതി നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയും വേണ്ടതുണ്ട്. അമേരിക്കയിൽ ഈ അടുത്ത് കണ്ട ഏറ്റവും വലിയ ഒരു സംഭവം എല്ലാവരുടെയും ശ്രദ്ധയിലുള്ളതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മംദാനി എന്ന് പറയുന്ന മത്സരിച്ചു വിജയിച്ച അവിടുത്തെ ഭരണാധികാരിയെ വളരെ രൂക്ഷമായി വിമർശിക്കുകയും ഇങ്ങോട്ട് അടുപ്പിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വിജയിച്ചു വന്നപ്പോൾ അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തി സൽക്കരിച്ചു. നാം ഒന്നിച്ചു ഭരിക്കണം, ഈ നാടിൻ്റെ പുരോഗതിയാണ് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞു. ഇതൊരു നല്ല മാതൃക തന്നെയാണ്. പരാജയപ്പെട്ടവർക്കും ഒരുപാട് വോട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അവർ ഭരണാധികാരിയാകണം എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് വിജയിച്ച ആളുകൾ പരാജയപ്പെട്ടവരെ കൂടി ചേർത്തുപിടിച്ച് ആലോചനകളിൽ അവരെ കൂടെ പങ്കെടുപ്പിച്ച് അവരെ കൂടെ ആകാവുന്നത്രയും ഇതിൻ്റെ ഭാഗമായിട്ടാണ് പോകേണ്ടത്. നാം മനസ്സിലാക്കേണ്ടത് നമ്മളും വോട്ട് ചെയ്തു, അവസാനിച്ചു, ഇനി 5 വർഷം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി എന്നല്ല. നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമെന്നത് സമ്പൂർണമായ ഒരു ജനങ്ങളുടെ ഭരണത്തിൻ്റെ രീതിയിൽ തന്നെ പോകുന്നതിൻ്റെ മികച്ച ഉദാഹരണം ഗ്രാമപഞ്ചായത്തുകളാണ്. ഗ്രാമസഭകളിൽ നാം എല്ലാം അംഗങ്ങളാണ്. ഗ്രാമസഭകളിൽ എല്ലാ വോട്ടർമാരും അംഗങ്ങളാണ്. ഗ്രാമസഭകൾ വിളിച്ചു കൂട്ടുന്നില്ല എങ്കിൽ പഞ്ചായത്ത് പിരിച്ചുവിടണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഗ്രാമസഭകളിൽ സജീവമാവുക എന്നത് ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്വമാണ്. അതിൽ പങ്കെടുത്ത് ഈ നാടിൻ്റെ വികസനത്തിനാവശ്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാകുന്നതാണ് ഏറ്റവും ഉത്തമമായ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ വോട്ടർമാരായ നമ്മുടെ ഉത്തരവാദിത്വം ഇനി വർദ്ധിക്കുകയാണ്. നമ്മുടെ യൂണിറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആൾ, നമ്മുടെ ഡിവിഷനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആൾ, നമ്മുടെ ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആൾ എൻ്റെ മെമ്പറാണ്. അവർക്ക് എന്തെല്ലാം അധികാരങ്ങളുണ്ട്, അത് ഈ നാടിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് കൃത്യമായും അവരെ ബോധ്യപ്പെടുത്തുകയും അവരോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ നാം സന്നദ്ധരാക്കുകയും ചെയ്യേണ്ടതുണ്ട്. നാം കേവലം ഒരു വോട്ടു തൊഴിലാളികളായി മാറാൻ പാടില്ല. ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ
അതുമായി ബന്ധപ്പെട്ട് ചില അസ്വാരസ്യങ്ങളുണ്ടാകാം. എൻ്റെ വോട്ട് മറിച്ചു എന്ന് ആക്ഷേപമുണ്ടാകാം, പാര വെച്ചു എന്നുള്ള ആക്ഷേപങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ സ്വന്തക്കാരൻ അർദ്ധരാത്രിയിൽ വോട്ട് മാറ്റിക്കൊടുത്തു എന്നൊക്കെ ഉണ്ടാകാം. എന്തുണ്ടായാലും അതവിടെ അവസാനിച്ചു. അതിനി ഒരിക്കലും ഭിന്നിച്ചു നിൽക്കാനോ അല്ലെങ്കിൽ പിണങ്ങി നിൽക്കാനോ ഉള്ള അവസരങ്ങളാക്കരുത്. മാധ്യമങ്ങളാണ് ഇവിഷയത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അകറ്റാനുള്ള, വെറുപ്പുണ്ടാക്കാനുള്ള ചരിത്രങ്ങളും കഥകളും വാക്പ്രയോഗങ്ങളുമല്ല മാധ്യമങ്ങളിൽ ഉണ്ടാകേണ്ടത്. എത്രമാത്രം മനുഷ്യരെ അടുപ്പിക്കാം എന്ന് തോന്നുന്ന കാര്യങ്ങളാണ്. എവിടെയെങ്കിലും ആശ്വാസകരമായ അല്ലാത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് വാർത്ത കൊടുക്കേണ്ട ആവശ്യമില്ല. പത്രധർമ്മം എന്ന് പറയുന്നത് കിട്ടുന്നതെല്ലാം വെളിപ്പെടുത്തുക എന്ന് മാത്രമല്ല. ജനങ്ങൾക്ക് ദ്രോഹമുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ നടന്നതാണെങ്കിലും പറയാതിരിക്കുക എന്ന് പറയുന്നത് കൂടി അത് മാധ്യമത്തിൻ്റെ ധർമ്മമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അറിയുന്നത് മുഴുവനും പറയേണ്ടതില്ല, ആവശ്യമുള്ളത് മാത്രം പറഞ്ഞാൽ മതി. സത്യം മുഴുവനും പറയേണ്ടതില്ല, ആവശ്യമുള്ളത് മാത്രം പറഞ്ഞാൽ മതി എന്നുള്ള ഒരു ചിന്ത ഈ നാടിനെ നന്നായി മുന്നോട്ട് നയിക്കുന്നതിൽ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള ആളുകളുടെ ക്രിയാത്മകമായ കഴിവുകൾ ഉപയോഗപ്പെടുത്തുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. അതിന് മാധ്യമങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ അത് രാഷ്ട്രീയ രംഗത്ത് വലിയ നേട്ടങ്ങളുണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. രാഷ്ട്രീയ പാർട്ടികളോടും കക്ഷി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നല്ല പ്രതിപക്ഷമാകാൻ തയ്യാറാകണം. ഭരണം കിട്ടിയില്ല എങ്കിൽ പ്രതിപക്ഷമാകണം. അല്ല, ഭരിക്കുന്നവരാണെങ്കിലും ആ പാർട്ടിക്കുള്ളിലെ പ്രതിപക്ഷമാകണം. പ്രതിപക്ഷമാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിപക്ഷമാവുക എന്ന് പറഞ്ഞാൽ ഏറ്റുമുട്ടലോ സംഘട്ടനമോ അല്ല, ക്രിയാത്മകമായ നിരൂപണമാണ്. അപ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ടാകുമ്പോൾ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഊന്നലായി നിൽക്കുന്നത് പ്രതിപക്ഷമാണ്. ഭരണപക്ഷത്തിൽ നിന്ന് തെറ്റുകൾ പറ്റാതിരിക്കാനും അവർക്കുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാനും പ്രതിപക്ഷത്തിരിക്കുന്നവൻ തയ്യാറാകും പോലെ തന്നെ ഭരണപക്ഷത്തിനകത്തുള്ള മെമ്പർമാർ പരസ്പരം തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുന്ന, ക്രിയാത്മകമായി നിരൂപിക്കുന്ന, മറ്റുള്ളവരെ നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഭരണമായി വരുമ്പോഴാണ് ഈ നാട് വളരുന്നത്. കേരളം ഈ ത്രിതല ഗ്രാമപഞ്ചായത്ത് സംവിധാനത്തിലൂടെ, ഗ്രാമസഭകളുടെ കൂടെ സാന്നിധ്യത്തിലൂടെ വലിയ ഒരു മുന്നേറ്റം കൊണ്ടുവരാൻ സാധിക്കട്ടെ